രാത്രി ഏകദേശം 12:30 മണിയായിരുന്നു. പുറത്ത് നല്ല മഴ. റോഡിലൂടെ പോകുന്ന വണ്ടികളുടെ ശബ്ദം പോലും കേൾക്കാത്തത്ര അകത്തുള്ള ഒരു പഴയ വീട്ടിൽ ഞങ്ങൾ 5 പേർ ഇരിക്കുകയാണ്. ഞാൻ അരുൺ, എൻ്റെ കൂടെ വിഷ്ണുവും ജിത്തുവും റിയാസും പിന്നെ മനുവും. 5 പേരും കോളേജ് കാലം മുതലുള്ള കൂട്ടുകാരാണ്. ജോലി കിട്ടിയതോടെ എല്ലാവരും പല സ്ഥലങ്ങളിലായി. മാസത്തിലൊരിക്കൽ പോലും എല്ലാവരും ഒരുമിച്ച് കാണാൻ കഴിയാറില്ല. അങ്ങനെ ഇരിക്കെയാണ് വിഷ്ണു ഒരു ദിവസം എന്നെ വിളിച്ചത്. എടാ, 2 ദിവസം എല്ലാവരും ഫ്രീ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യാം. എവിടെ? ഒരു പഴയ വീട് കിട്ടിയിട്ടുണ്ട്. റെൻറ്റ് വളരെ കുറവാണ്. പ്രൈവസി ഉണ്ടാവും. ജിത്തു ഉടനെ ചോദിച്ചു, വൈഫൈ ഉണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ വരും. അതാണ് ജിത്തുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. അങ്ങനെ ഞങ്ങൾ 5 പേരും ആ വീട്ടിലെത്തി. വീട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു സംശയം തോന്നിയിരുന്നു. വലിയ കോമ്പൗണ്ട്, ചുറ്റും കാട് പിടിച്ച മരങ്ങൾ. വീടിന് 3 നിലകളാണ്. ചുമരുകളിൽ പഴയ പെയിൻറ്. മുകളിലെ 3-ാം നിലയിലെ ജനലുകൾ എല്ലാം അടഞ്ഞു കിടക്കുന്നു. വീടിൻ്റെ ഉടമയായ ശങ്കരേട്ടൻ ഞങ്ങൾ അകത്ത് കയറ്റിയിട്ട് മുറികൾ കാണിച്ചു തന്നു. പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നിന്നു. ഒരു കാര്യം മാത്രം, ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ നോക്കി. രാത്രി 12 മണി കഴിഞ്ഞാൽ 3-ാമത്തെ നിലയിലേക്ക് പോകരുത്. ജിത്തു ചിരിച്ചു. അവിടെ എന്താ, ഭൂതമുണ്ടോ? ശങ്കരേട്ടൻ ചിരിച്ചില്ല. അദ്ദേഹം കുറച്ചു നേരം ജിത്തുവിനെ നോക്കി. തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല. അത്രയും പറഞ്ഞിട്ട് അദ്ദേഹം താഴേക്ക് പോയി. വാതിലടഞ്ഞതും ജിത്തു എന്നെ ഒന്ന് നോക്കി. ഇവന് നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. റിയാസ് ചിരിച്ചു. അതെ, നാളെ രാവിലെ നമ്മളോട് പറയും. 3-ാമത്തെ നിലയിൽ ഹോണ്ടഡ് റൂമാണ്. എക്സ്ട്രാ ചാർജ് കൊടുത്താൽ കൊണ്ടുപോയി കാണിക്കാമെന്ന്. എല്ലാവരും ചിരിച്ചു. പക്ഷേ അന്ന് രാത്രി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ ഞങ്ങളിൽ ഒരാൾക്കും ഒരു ധാരണയുമില്ലായിരുന്നു. രാത്രി 11 മണിയോടെ ഞങ്ങൾ ഡിന്നർ കഴിച്ചു. മനു ബ്ലൂടൂത്ത് സ്പീക്കർ എടുത്ത് പാട്ട് വെച്ചു. ജിത്തു കിച്ചണിൽ നിന്ന് ഒരു വലിയ ബോൾ നിറയെ പോപ്കോണും കൊണ്ടുവന്നു. ഇനി ഒഫീഷ്യലി പാർട്ടി തുടങ്ങാം. ഞങ്ങൾ ലിവിങ് റൂമിലിരുന്നു. പുറത്ത് മഴ വളരെ ശക്തമാണ്. മിന്നലടിക്കുമ്പോൾ വലിയ ഗ്ലാസ് വിൻഡോ വഴി കോമ്പൗണ്ട് മുഴുവൻ ഒരു നിമിഷത്തേക്ക് വെളിച്ചത്തിൽ കാണാം. അതിനുശേഷം വീണ്ടും ഇരുട്ട്. അപ്പോഴാണ് റിയാസ് ചോദിച്ചത്, അരുണേ, സമയം എത്രയായി? ഞാൻ ഫോൺ നോക്കി. 11:58. ഇനി 2 മിനിറ്റ് കൂടെ. ജിത്തു ചിരിച്ചു. ഗായ്സ്, ചരിത്രപരമായ നിമിഷം. ഇനി 2 മിനിറ്റിൽ നമ്മൾ 3-ാമത്തെ നിലയിലേക്ക് പോകും. വിഷ്ണു ഉടനെ പറഞ്ഞു, പോടാ. എന്താ പേടി? പേടിയല്ല, നാളെ രാവിലെ നമ്മൾ ജീവനോടെ വീട്ടിൽ നിന്ന് ഇറങ്ങണമല്ലോ. അപ്പോൾ നീ വരില്ലേ? ഇല്ല. ജിത്തു എന്നെ നോക്കി. അരുണേ, നീയോ? ഞാൻ ചിരിച്ചു. നീ പോകുന്നുണ്ടെങ്കിൽ ഞാനും വരും. അതാണ് എൻ്റെ ചെക്കൻ. റിയാസ് തലയിൽ കൈവച്ചു. നിങ്ങളെ 2 പേരെയും കൊണ്ടുവന്നത് ഞാനാണ്. അപ്പോഴേക്കും ഫോണിലെ ടൈം മാറി. 12 മണി. അതേ നിമിഷം മുകളിലെ നിലയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ടക്ക്. ഞങ്ങളെല്ലാവരും നിശബ്ദമായി. വീണ്ടും ആ ശബ്ദം. മനു ഉടനെ സ്പീക്കർ ഓഫ് ചെയ്തു. എന്താ അത്? ആരും മറുപടി പറഞ്ഞില്ല. മുകളിലെ 3-ാം നിലയിൽ നിന്ന് കസേര വലിക്കുന്നത് പോലൊരു ശബ്ദം. ജിത്തു പതുക്കെ എന്നെ നോക്കി. എടാ, എന്താ? അവിടെ ആരെങ്കിലും ഉണ്ടോ? വിഷ്ണു പറഞ്ഞു. ഉണ്ടെങ്കിൽ ശങ്കരേട്ടൻ നമ്മളോട് പറഞ്ഞേനെ. അപ്പോഴാണ് മുകളിൽ നിന്ന് ഒരു ചെറിയ ശബ്ദം കൂടി വന്നത്. എന്തോ ഒരു സാധനം നിലത്ത് വീണതുപോലുള്ള ഒരു ശബ്ദം. ജിത്തു എഴുന്നേറ്റു. പോകാം. വിഷ്ണു അവൻ്റെ കൈ പിടിച്ചു. നീ എങ്ങോട്ടാ? അത് പോയി നോക്കാൻ. ശങ്കരേട്ടൻ എന്താ പറഞ്ഞത്? നിനക്ക് ഓർമ്മയില്ലേ? ജിത്തു ചിരിച്ചു. അവൻ പറഞ്ഞത് 3-ാമത്തെ നിലയിലേക്ക് പോകരുത് എന്നാണ്. ഞാൻ പോകുന്നത് 2-ാം നിലയിലേക്കാണ്. പിന്നെ അവിടെ നിന്ന് 3-ാം നിലയിലേക്ക് പോകും. റിയാസ് ചിരിച്ചെങ്കിലും അവൻ്റെ മുഖത്ത് പേടിയുണ്ടായിരുന്നു.
അവസാനം ഞങ്ങൾ 5 പേരും സ്റ്റെയർ കേസിൻ്റെ മുന്നിലെത്തി. ആദ്യത്തെ നില കയറി, രണ്ടാമത്തെ നിലയും കയറി. അവിടെ ഒരു നീണ്ട കോറിഡോറ്. അവസാനം 3-ാം നിലയിലേക്കുള്ള ഒരു സ്റ്റെയർ കേസും. അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് ലൈറ്റെല്ലാം ഓഫായി. മുഴുവൻ കോറിഡോറും ഇരുട്ടിലായി. അളിയ, മനുവിൻ്റെ ശബ്ദം വിറച്ചു. ഞാൻ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. 5 പേരുടെയും മുഖത്ത് വെളിച്ചം വീണു. ജിത്ത് പതുക്കെ മുകളിലേക്ക് നോക്കി. എന്താ, മുകളിൽ ഡോർ തുറന്നിട്ടുണ്ട്. ഞങ്ങൾ ഫ്ലാഷ് ലൈറ്റ് മുകളിലേക്ക് തിരിച്ചു. ശരിയായിരുന്നു, 3-ാം നിലയുടെ വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. കാറ്റില്ല, എങ്കിലും വാതിൽ പതുക്കെ കൂടുതൽ തുറന്നു. ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അകത്ത് നിന്ന് ഒരു മനുഷ്യൻ്റെ ശബ്ദം കേട്ടു, വളരെ പതുക്കെ. ആരാ? ജിത്തുവിൻ്റെ മുഖത്തെ ചിരി അപ്പോഴേക്കും പോയിരുന്നു. ഞങ്ങൾ 5 പേരും പരസ്പരം നോക്കി. റിയാസ് പതുക്കെ ചോദിച്ചു, ആരാണ് മുകളിൽ? ഒരു മറുപടിയും വന്നില്ല. വീണ്ടും അതേ ശബ്ദം. ഇത്തവണ അത് കുറച്ച് വ്യക്തമായി. അരുൺ. എൻ്റെ ശരീരം മുഴുവൻ തണുത്തുപോയി. കാരണം ആ ശബ്ദം എന്നെ പേരെടുത്താണ് വിളിച്ചത്. ഞാൻ ആരെയും നോക്കാതെ പതുക്കെ പിന്നിലേക്ക് മാറി. ജിത്തു എൻ്റെ കയ്യിൽ പിടിച്ചു. അളിയ, നിൻ്റെ പേരെങ്ങനെ അറിയാം? എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് മുകളിലെ വാതിലിന് പിന്നിൽ നിന്ന് ഒരു നിഴൽ പതുക്കെ പുറത്തേക്ക് വന്നത്. ഞങ്ങൾ 5 പേരും ഒരുമിച്ച് പിന്നിലേക്ക് മാറി. ആ നിഴൽ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്നു. അത് ഞങ്ങളെ നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ അതിന് മുഖമില്ലായിരുന്നു. ആ നിഴൽ അവിടെ തന്നെ നിന്നു. ഒരടി പോലും അനങ്ങിയില്ല. പക്ഷേ ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി, അത് ഞങ്ങളെ നോക്കുകയായിരുന്നു. മനു എൻ്റെ പിന്നിലേക്ക് വന്നു നിന്നു. അരുൺ, താഴേക്ക് പോകാം. ആരും എതിർത്തില്ല. ഞാൻ ഒരു പടി താഴേക്കിറങ്ങി. അപ്പോഴാണ് മുകളിൽ നിന്ന് വീണ്ടും ശബ്ദം വന്നത്. അരുൺ. ഇത്തവണ ആ ശബ്ദം കുറച്ചുകൂടി അടുത്തായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. വേഗം ഇറങ്ങടാ, ജിത്തു എന്നെ പിടിച്ച് തള്ളി. ഞങ്ങൾ 5 പേരും സ്റ്റെയർ കേസ് ഇറങ്ങി താഴത്തെ നിലയിലെത്തി. ലിവിങ് റൂമിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. കുറച്ച് നിമിഷം ആരും ഒന്നും സംസാരിച്ചില്ല. പുറത്ത് മഴയുടെ ശബ്ദം മാത്രം. അവസാനം ജിത്തു കിതച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ 3-ാം നിലയിലേക്ക് പോകണ്ടെന്ന്. റിയാസ് അവനെ നോക്കി. നീ തന്നെയല്ലേ ആദ്യം പോകാമെന്ന് പറഞ്ഞത്? അത് അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അവിടെ. അവൻ വാക്ക് നിർത്തി. മനു ചോദിച്ചു, അവിടെ ശരിക്കും ഒരാളുണ്ടായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ല. കാരണം ഞാൻ കണ്ടത് മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ലായിരുന്നു. മുഖമില്ലാത്ത ഒരു കറുത്ത രൂപം. പക്ഷേ ഒരു കാര്യം ഉറപ്പായിരുന്നു, അത് എൻ്റെ പേര് വിളിച്ചു. ഞാൻ ഫോണെടുത്ത് സമയം നോക്കി. 12:17. പെട്ടെന്ന് എൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അൺനോൺ ഡിവൈസ് കണക്റ്റഡ്. ഞാൻ ഞെട്ടി. എന്താ? വിഷ്ണു ചോദിച്ചു. എൻ്റെ ഫോണിൽ ആരോ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് ആണോ? അല്ല. ഞാൻ നോട്ടിഫിക്കേഷൻ തുറന്നു. അവിടെ ഒരു പേര് മാത്രം, റൂം നമ്പർ 3. ജിത്തു എൻ്റെ ഫോൺ വാങ്ങി. ഇതെന്താ? എനിക്കറിയില്ല. അവൻ ബ്ലൂടൂത്തിൻ്റെ സെറ്റിങ്സ് തുറന്നു. അവിടെ ഒരു ഡിവൈസ് കണക്റ്റഡ്, റൂം 3 കണക്റ്റഡ്. ജിത്തു ചിരിക്കാൻ ശ്രമിച്ചു. ഇതാരെങ്കിലും പ്രാങ്ക് ആക്കിയതായിരിക്കും. പക്ഷേ ഇവിടെ നമ്മളല്ലാതെ ആരുമില്ലല്ലോ. വൈഫൈ വഴി ആയിരിക്കാം. ബ്ലൂടൂത്ത് ഡിവൈസ് വൈഫൈ വഴി കണക്റ്റ് ആകുമോ? ജിത്തു നിശബ്ദമായി. അപ്പോൾ ലിവിങ് റൂമിൻ്റെ മുകളിലെ സീലിങ്ങിൽ നിന്ന് ഒരു ശബ്ദം. ടക്ക് 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 3 പ്രാവശ്യം ആ ശബ്ദം കേട്ടു. ഞങ്ങളെല്ലാവരും മുകളിലേക്ക് നോക്കി. അത് വീണ്ടും. വിഷ്ണു പറഞ്ഞു, ഒന്നും നോക്കണ്ട, രാവിലെ ശങ്കരേട്ടനെ വിളിക്കാം. അത് കേട്ടതും ജിത്തു പറഞ്ഞു, ശരി. അവൻ സോഫയിലിരുന്നു. ഇനി ഞാൻ എവിടേക്കും പോകുന്നില്ല. ഞങ്ങളെല്ലാവരും വീണ്ടും ഇരുന്നു. പക്ഷേ ആരുടെയും മനസ്സ് ശാന്തമായിരുന്നില്ല. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴാണ് മനു ചോദിച്ചത്,
അരുണേ, നിൻ്റെ ഫോൺ എവിടെ? എൻ്റെ കയ്യിലല്ലേ? ക്യാമറ ഓപ്പൺ ചെയ്യ്. എന്തിന്? ഒന്ന് ചെയ്യ്. ഞാൻ ക്യാമറ തുറന്നു. മനു പറഞ്ഞു, സെൽഫി ക്യാമറ. ഞാൻ ക്യാമറയുടെ മോഡ് മാറ്റി. സ്ക്രീനിൽ ഞങ്ങൾ 5 പേരും. ഞാനും വിഷ്ണുവും ജിത്തുവും റിയാസും പിന്നെ മനുവും. കണ്ടോ? എന്ത്? മനു സ്ക്രീനിൻ്റെ പിന്നിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ ആരാണ്? ഞങ്ങളെല്ലാവരും സ്ക്രീൻ നോക്കി. ഞങ്ങളുടെ പിന്നിൽ കോറിഡോറ്. അത് ശൂന്യമായിരുന്നു. പക്ഷേ ക്യാമറ സ്ക്രീനിൻ്റെ ഏറ്റവും അറ്റത്ത് ഒരു മനുഷ്യൻ്റെ തല പോലൊരു കറുത്ത രൂപം. ഞാൻ ഉടനെ തിരിഞ്ഞു നോക്കി. ഒന്നുമില്ല. വീണ്ടും ക്യാമറ നോക്കി. അതിലും ഒന്നുമില്ല. കണ്ടില്ലേ? മനു വിറച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഞാൻ കണ്ടു. റിയാസും പറഞ്ഞു. ഞാനും. ജിത്തു ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. ഇനി ആരും ക്യാമറ ഉപയോഗിക്കേണ്ട. അവൻ ഫോൺ ടേബിളിൽ വെച്ചു. അപ്പോഴേക്കും ഫോണിൽ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ. ഞങ്ങളെല്ലാവരും നോക്കി. ക്യാമറ ആപ്പ് സ്വയം തുറന്നിരുന്നു. സ്ക്രീനിൽ ലൈവ് ക്യാമറ വ്യൂ. പക്ഷേ ക്യാമറ ഇപ്പോൾ ലിവിംഗ് റൂം കാണിക്കുന്നില്ല. 3-ാം നിലയിലെ ഒരു മുറി. വാതിലിന് മുന്നിൽ നിന്ന് ക്യാമറ ആരോ പിടിച്ചിരിക്കുന്നത് പോലെ. ജിത്ത് ഫോൺ എടുത്തു. ഇതെങ്ങനെ? ആരും മറുപടി പറഞ്ഞില്ല. ക്യാമറ വ്യൂ പതുക്കെ മുന്നോട്ട് നീങ്ങി. ഒരു വാതിൽ. അതിൻ്റെ മുകളിൽ പഴയ ഒരു നമ്പറും. 3. വാതിൽ പതുക്കെ തുറന്നു. അകത്ത് ഒരു കസേര. ആ കസേരയിൽ ഒരു മനുഷ്യനിരിക്കുന്നു. മുഖം ക്യാമറയിലേക്ക് തിരിഞ്ഞിട്ടില്ല. ജിത്തു ശ്വാസം പിടിച്ചു നിന്നു. അപ്പോൾ ആ മനുഷ്യൻ പതുക്കെ തല തിരിച്ചു. ക്യാമറയുടെ സ്ക്രീൻ കറുത്തുപോയി. നോ സിഗ്നൽ. അടുത്ത നിമിഷം മുകളിൽ നിന്ന് വലിയൊരു ശബ്ദം. ഞങ്ങളെല്ലാവരും എഴുന്നേറ്റു. മനു കരഞ്ഞതുപോലെ പറഞ്ഞു, വാതിൽ. ലിവിംഗ് റൂമിൻ്റെ പ്രധാന വാതിൽ സ്വയം അടഞ്ഞിരുന്നു. ജിത്തു ഓടിച്ചെന്ന് ഹാൻഡിൽ പിടിച്ച് തുറക്കാൻ ശ്രമിച്ചു. തുറന്നില്ല. ലോക്കായി. വിഷ്ണു ഓടി വന്നു മാറ്റി നോക്കി. 2 പേരും ചേർന്ന് വലിച്ചു. ഒന്നും സംഭവിച്ചില്ല. പുറത്ത് നല്ല മഴ. അകത്ത് 5 പേർ. വാതിൽ തുറക്കുന്നില്ല. മുകളിൽ നിന്ന് വീണ്ടും കസേര വലിക്കുന്ന ശബ്ദം. പക്ഷേ ഇത്തവണ അത് 3-ാം നിലയിൽ നിന്നല്ല. ഞങ്ങൾ നിൽക്കുന്ന ലിവിംഗ് റൂമിൻ്റെ മുകളിലെ സീലിങ്ങിൽ നിന്നായിരുന്നു. റിയാസ് പതുക്കെ മുകളിലേക്ക് നോക്കി. ഗായ്സ്, എന്താ? നമ്മൾ താഴെ തന്നെയല്ലേ? അതെ. അപ്പോൾ അവൻ വാക്ക് പൂർത്തിയാക്കിയില്ല. സീലിങ്ങിൽ നിന്ന് ചെറിയൊരു പൊടി താഴേക്ക് വീണു. പിന്നെ ഒരു കാലടിയുടെ ശബ്ദവും. വീണ്ടും ആ ശബ്ദം സീലിങ്ങിൻ്റെ മുകളിലൂടെ ഞങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് പതുക്കെ നീങ്ങി. അവസാനം അത് എൻ്റെ തലക്ക് മുകളിലെത്തി. അവിടെ നിർത്തി. ഞാൻ അനങ്ങാതെ നിന്നു. അപ്പോൾ സീലിങ്ങിൽ നിന്ന് വളരെ പതുക്കെ 3 തവണ ഒരു മുട്ട് കേട്ടു. ജിത്തു എൻ്റെ മുഖത്തേക്ക് നോക്കി. അരുൺ, എന്താ? അത് നിന്നെ തന്നെയാണോ വിളിക്കുന്നത്? ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് എൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തു. സ്ക്രീൻ നോക്കിയപ്പോൾ ഇൻകമിങ് കാൾ. അരുൺ. ഞാൻ ഫ്രീസായി. എൻ്റെ സ്വന്തം നമ്പറിൽ നിന്ന് എനിക്ക് തന്നെ കോൾ വരികയായിരുന്നു. എൻ്റെ സ്വന്തം നമ്പറിൽ നിന്ന് ഫോൺ വരുന്നത് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ കൈ വിറച്ചു. ജിത്തു എൻ്റെ അടുത്തേക്ക് വന്നു. എടുക്കല്ലേ. ഞാൻ ഫോൺ നോക്കി നിന്നു. അരുൺ കാളിങ്. അവസാനം കോള് കട്ടായി. ലിവിംഗ് റൂമിൽ വീണ്ടും നിശബ്ദത. ഇനി തീർന്നു, മനു പറഞ്ഞു. എന്ത്? ഇവിടെ നിന്ന് ഞാൻ പോകും. റിയാസ് ചിരിക്കാൻ ശ്രമിച്ചു. പോകാൻ ആദ്യം വാതിൽ തുറക്കണം. അവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും വീണ്ടും വാതിലിലേക്ക് നോക്കി. ജിത്തു വീണ്ടും ഹാൻഡിൽ പിടിച്ച് തിരിച്ചു. ഇത്തവണ വാതിൽ തുറന്നു. ഞങ്ങളെല്ലാവരും ഞെട്ടി. ഇതെങ്ങനെ? ജിത്തു പുറത്തേക്ക് നോക്കി. മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. തുറന്നല്ലോ, ഇനി പുറത്തേക്ക് പോകാം, വിഷ്ണു പറഞ്ഞു. ഞങ്ങൾ 5 പേരും വേഗത്തിൽ ചെരുപ്പെടുത്തു. പക്ഷേ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് നിന്നു. 1 മിനിറ്റ്. എന്താ? ഞാൻ നിലത്തേക്ക് നോക്കി. വാതിലിന് പുറത്തേക്ക് മഴവെള്ളം കയറിയിരുന്നു.
അതിൽ വ്യക്തമായ കാലടിപ്പാടുകൾ ഉണ്ടായിരുന്നു. നനഞ്ഞ കാലടിപ്പാടുകൾ, ഒരാളുടേത്. പക്ഷേ ആ കാലടികൾ പുറത്തു നിന്ന് അകത്തേക്ക് വന്നതല്ല, വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്കാണ് പോയിരുന്നത്. അത് സ്റ്റെയർ കേസിൻ്റെ ദിശയിൽ നിന്ന് തുടങ്ങി നേരെ വാതിൽ വരെ അവിടെ അവസാനിച്ചു. ഞാൻ പതുക്കെ പറഞ്ഞു, ഇവിടെ ആരോ നടന്നിട്ടുണ്ട്. ജിത്തു ഉടനെ പറഞ്ഞു, നമ്മളിൽ ആരെങ്കിലും ആവും. അല്ല. എന്തുകൊണ്ട്? കാരണം ഞാൻ കാലടിയിലേക്ക് വിരൽ ചൂണ്ടി. ഇത് ചെരുപ്പില്ലാത്ത കാലടിയാണ്. എല്ലാവരും താഴേക്ക് നോക്കി. ശരിയായിരുന്നു, വിരലുകൾ വളരെ വ്യക്തമായി കാണാം. മനു പതുക്കെ പിന്നിലേക്ക് മാറി. പുറത്തേക്ക് പോകണ്ട, റിയാസ് പറഞ്ഞു. എന്താ? ആരോ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ? അവൻ വാതിലിന് പുറത്തുള്ള ഇരുട്ടിലേക്ക് നോക്കി. അയാൾ ഇപ്പോഴും അവിടെ ഉണ്ടാവും. അത് കേട്ടതോടെ ആരും പുറത്തേക്ക് പോയില്ല. വാതിൽ വീണ്ടും അടച്ചു. അപ്പോഴാണ് ജിത്തു പറഞ്ഞത്, ശങ്കരേട്ടനെ വിളിക്കാം. വിഷ്ണു ഫോൺ എടുത്ത് കാൾ ചെയ്തു. കാൾ എടുത്തില്ല. വീണ്ടും വിളിച്ചു. ഇത്തവണ ഫോൺ സ്വിച്ച്ഡ് ഓഫ്. അയാൾ ഫോൺ ഓഫ് ചെയ്തോ? രാത്രി 12 കഴിഞ്ഞല്ലോ, റിയാസ് പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ വിട്ടിട്ട് പോയ ആളല്ലേ? അപ്പോൾ മനു ചോദിച്ചു, അയാളുടെ നമ്പർ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? വിഷ്ണു തൻ്റെ ഫോൺ നോക്കി. വാട്സപ്പിൽ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടോ? വിഷ്ണു വാട്സപ്പ് തുറന്നു. ശങ്കരേട്ടൻ്റെ ചാറ്റ്. പക്ഷേ പ്രൊഫൈൽ പിക്ചർ ഇല്ല. ലാസ്റ്റ് സീൻ അതുമില്ല. ജിത്തു ഫോൺ എടുത്ത് നമ്പർ സേവ് ചെയ്ത പേരെന്താ? വിഷ്ണു പറഞ്ഞു, ശങ്കരേട്ടൻ. ജിത്തു കുറച്ചു നേരം സ്ക്രീനിൽ നോക്കി നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, ഈ നമ്പർ എന്താ? എനിക്ക് പരിചയമുള്ള പോലെ തോന്നുന്നു. എവിടെ? അവൻ മറുപടി പറഞ്ഞില്ല. പകരം വാട്സപ്പിൽ കോൾ ബട്ടൺ അമർത്തി. കാള് പോയി. ഒന്നും കേൾക്കുന്നില്ല. അവസാനം കോൾ കണക്റ്റായി. ഞങ്ങളെല്ലാവരും നിശബ്ദമായി. ഹലോ, ജിത്തു പറഞ്ഞു. അവിടെ നിന്ന് ശബ്ദമില്ല. ഹലോ, വീണ്ടും. അപ്പോൾ വളരെ ദൂരത്ത് നിന്ന് ഒരു ശബ്ദം, താഴെ തന്നെ നിൽക്കണം. ഞങ്ങൾ 5 പേരും ഒരുമിച്ച് നോക്കി. ശബ്ദം ശങ്കരേട്ടൻ്റെതുപോലെ തോന്നി. ആരാണ്? ജിത്തു ചോദിച്ചു. മറുപടിയില്ല. പിന്നെ, മുകളിലേക്ക് വരരുത്, അത് പറഞ്ഞ് കോള് കട്ടായി. ജിത്തു ഫോൺ താഴെ ഇട്ടു. റിയാസ് ചോദിച്ചു, അത് ശങ്കരേട്ടനാണോ? ജിത്തു തല കുലുക്കി. അറിയില്ല. അപ്പോഴാണ് വിഷ്ണു പെട്ടെന്ന് പറഞ്ഞത്, ഒരു കാര്യം. എന്താ? നമ്മൾ വന്നപ്പോൾ ശങ്കരേട്ടൻ പറഞ്ഞത്. അവൻ നിർത്തി. രാത്രി 12 കഴിഞ്ഞാൽ 3-ാമത്തെ നിലയിലേക്ക് പോകരുത്. ഞാൻ പറഞ്ഞു, അതെ. അദ്ദേഹം നമ്മളോട് മറ്റൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഫോണിൽ പറഞ്ഞത് എന്താണ്? ഞങ്ങളെല്ലാവരും അവരെ നോക്കി. വിഷ്ണു പതുക്കെ പറഞ്ഞു, താഴെ തന്നെ നിൽക്കണം. അവൻ്റെ മുഖം മാറി. അത് 3-ാം നിലയെക്കുറിച്ചുള്ളൊരു വാണിംഗ് അല്ല. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ നിലയെക്കുറിച്ചാണ്. അതേ നിമിഷം വീട്ടിലെ എല്ലാ ലൈറ്റുകളും ഒരുമിച്ച് തെളിഞ്ഞു. മുകളിലെ സീലിങ്ങിൽ ഫാന് കറങ്ങാൻ തുടങ്ങി. TV സ്വയം ഓണായി. സ്ക്രീൻ മുഴുവൻ സ്റ്റാറ്റിക് ശബ്ദം. പിന്നെ TV-യിൽ നിന്ന് ചിത്രം തെളിഞ്ഞു. ഞങ്ങൾ 5 പേരും ഞെട്ടി. സ്ക്രീനിൽ കാണുന്നത് ഇതേ ലിവിങ് റൂം. ക്യാമറ ഒരു മൂലയിൽ നിന്ന് റൂം മുഴുവൻ കാണിക്കുന്നു. ഞങ്ങൾ 5 പേരും TV-യുടെ മുന്നിൽ നിൽക്കുന്നു. പക്ഷേ സ്ക്രീനിൽ 6 പേർ. ഞങ്ങൾ പിന്നിലേക്ക് നോക്കി. ആരുമില്ല. വീണ്ടും TV നോക്കി. 6-ാമത്തെ ആൾ ഞങ്ങളുടെ പിന്നിൽ തന്നെ നിൽക്കുന്നു. മുഖം കാണുന്നില്ല. ജിത്തു പെട്ടെന്ന് TV ഓഫ് ചെയ്യാൻ റിമോട്ട് എടുത്തു. ബട്ടൺ അമർത്തി. TV ഓഫായില്ല. പകരം സ്ക്രീനിലുള്ള 6-ാമത്തെ ആൾ ഒരു പടി മുന്നോട്ട് വന്നു. റിയാസ് നിലവിളിച്ചു, ഓഫ് ചെയ്യടാ. ജിത്തു പ്ലഗ് വലിച്ചെടുത്തു. TV ഓഫായി. പക്ഷേ അതേ നിമിഷം മുകളിലെ 3-ാം നിലയിൽ നിന്ന് ഒരു വാതിൽ തുറക്കുന്ന ശബ്ദം. പിന്നെ ഒരു ശബ്ദം വളരെ വ്യക്തമായി, അരുൺ. ഞാൻ കണ്ണടച്ചു. ഞാൻ മുകളിലേക്ക് പോകില്ല.
ജിത്തു പറഞ്ഞു, നമ്മൾ ആരും പോകുന്നില്ല. അപ്പോൾ ആ ശബ്ദം വീണ്ടും വന്നു. ഇത്തവണ 5 പേരുടെയും പേരുകൾ ഓരോന്നായി പറഞ്ഞു. അരുൺ, ജിത്തു, വിഷ്ണു, റിയാസ്, മനു. അവസാനം ചില സെക്കൻഡ് നിശബ്ദത. പിന്നെ ഒരു 6ാമത്തെ പേര്, ഞങ്ങൾ ആരും അറിയാത്തൊരു പേര്, സനൽ. അത് കേട്ടതും വീടിൻ്റെ മുകളിലെ വാതിൽ ശക്തമായി അടഞ്ഞു. വിഷ്ണു പതുക്കെ ചോദിച്ചു, ഈ സനൽ ആരാ? ആരും മറുപടി പറഞ്ഞില്ല. പക്ഷേ മനുവിൻ്റെ മുഖം പെട്ടെന്ന് മാറി. അവൻ ഞങ്ങളെ നോക്കാതെ വീടിൻ്റെ ഇരുണ്ട കോറിഡോറിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. എന്താ മനു? അവൻ പതുക്കെ പറഞ്ഞു. സനൽ, അതെൻ്റെ ചേട്ടൻ്റെ പേരാണ്. മനു പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങൾ ആരും ഒന്നും മിണ്ടിയില്ല. സനൽ നിൻ്റെ ചേട്ടനാണോ? ഞാൻ ചോദിച്ചു. മനു പതുക്കെ തലയാട്ടി. അതെ, ജിത്തു ഉടനെ ചോദിച്ചു. പക്ഷേ നിൻ്റെ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ഈ വീട് മുൻപ് അറിയാമായിരുന്നോ? ഇല്ല, റിയാസ് പറഞ്ഞു. അപ്പോൾ അവൻ്റെ പേര് ഇവിടെയുള്ളതെങ്ങനെ? മനു മറുപടി പറഞ്ഞില്ല. അവൻ ഫോണെടുത്ത് കോണ്ടാക്ട്സ് തുറന്നു. സനൽ ചേട്ടൻ. കാൾ ചെയ്യാൻ നോക്കി. പക്ഷേ നെറ്റ്വർക്ക് ഇല്ല. ഇവിടെ നെറ്റ്വർക്ക് പോയോ? വിഷ്ണു തൻ്റെ ഫോണും നോക്കി. എനിക്കുമില്ല. വൈഫൈ കണക്റ്റഡ്. ജിത്തു റൂട്ടർ നോക്കി. ഇൻ്റർനെറ്റ് ഉണ്ട്, പക്ഷേ മൊബൈൽ നെറ്റ്വർക്ക് മാത്രമില്ല. അപ്പോഴാണ് മനു തൻ്റെ ചേട്ടൻ്റെ പഴയൊരു വോയിസ് മെസ്സേജ് തുറന്നത്. ഇത് കേൾക്ക്. അവൻ പ്ലേ ചെയ്തു. ഒരു സാധാരണ വോയിസ് മെസ്സേജ്. മനു, ഞാൻ ഇന്ന് വൈകും. നീ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോ? അത്രമാത്രം. അവൻ വോയിസ് മെസ്സേജ് സ്റ്റോപ്പ് ചെയ്തു. ഇതിലെന്താണ്? മനു പറഞ്ഞു. ശബ്ദം കേട്ടോ? ഞങ്ങൾ വീണ്ടും അത് പ്ലേ ചെയ്തു. ഇത്തവണ വളരെ ശ്രദ്ധിച്ചു കേട്ടു. പിന്നിൽ വളരെ ചെറിയൊരു ശബ്ദം. ടക് ടക്. ജിത്തു വോളിയം കൂട്ടി. വോയിസ് മെസ്സേജ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് വളരെ താഴ്ന്ന ശബ്ദത്തിൽ ഒരാൾ പറയുന്നത് കേട്ടു. മുകളിലേക്ക് വരണ്ട. മനു ഫോൺ താഴെയിട്ടു. ഇത് അവൻ്റെ ശബ്ദം വിറച്ചു. ഇതെൻ്റെ ചേട്ടൻ്റെ വോയിസ് അല്ല. അപ്പോഴാണ് പുറത്തു നിന്നൊരു വാഹനത്തിൻ്റെ ഹോൺ കേട്ടത്. എല്ലാവരും ജനലിലേക്ക് ഓടി. കോമ്പൗണ്ടിൻ്റെ ഗേറ്റിന് പുറത്തൊരു കാറ് നിൽക്കുന്നു. ഹെഡ്ലൈറ്റ് മാത്രം കാണാം. ശങ്കരേട്ടനാണോ? ജിത്തു പറഞ്ഞു. ഇത്ര നേരം കഴിഞ്ഞിട്ടോ? വിഷ്ണു കർട്ടൻ പതുക്കെ മാറ്റി നോക്കി. കാറിൽ ആരുമില്ല. എന്ത്? ഡ്രൈവർ സീറ്റ് ശൂന്യമാണ്. ഞാനും നോക്കി. ശരിയാണ്, ഒരു പഴയ വെള്ളക്കാറ്. ഹെഡ്ലൈറ്റ് ഓണാണ്, പക്ഷേ അകത്ത് ആരുമില്ല. പെട്ടെന്ന് കാറിൻ്റെ ഹോണ് വീണ്ടും മുഴങ്ങി. മനു പറഞ്ഞു, ആരെങ്കിലും പുറത്തുണ്ടാകും. ജിത്തു ഡോറ് തുറക്കാൻ പോയി. ഞാൻ അവനെ തടഞ്ഞു. പുറത്തേക്ക് പോകരുത്. അവിടെ ആരെങ്കിലും സഹായം ചോദിക്കുന്നുണ്ടെങ്കിലോ? ഇവിടെ നടക്കുന്നത് നോർമൽ കാര്യങ്ങളല്ല. ജിത്തു കുറച്ചു നേരം എന്നെ നോക്കി. എന്നിട്ട് ഡോറടച്ചു. അപ്പോഴേക്കും കാർ പതുക്കെ പിന്നോട്ട് പോയി ഗേറ്റ് കടന്ന് റോഡിലേക്ക് പോയി. ആ ഹെഡ്ലൈറ്റ് ഇരുട്ടിൽ മറഞ്ഞു പോയി. റിയാസ് ശ്വാസം വിട്ടു. പക്ഷേ അടുത്ത നിമിഷം അവൻ്റെ മുഖം മാറി. 1 മിനിറ്റ്. എന്താ ആ കാറ്? എന്ത്? നമ്മളിവിടെ വന്നപ്പോൾ കണ്ട കാറ് തന്നെയല്ലേ? വിഷ്ണു പറഞ്ഞു. അതെ, അതെങ്ങനെ? റിയാസ് വിൻഡോയിലേക്ക് നോക്കി. നമ്മൾ വന്നപ്പോൾ ശങ്കരേട്ടൻ നമ്മളെ ഇറക്കിയത്. അവൻ നിർത്തി. അതേ കാറിലാണ്. ഞങ്ങളൊന്നും മിണ്ടിയില്ല. കാരണം ആ കാറ് ശങ്കരേട്ടൻ്റെ കാറായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞു. വീട്ടിൽ വീണ്ടും നിശബ്ദത. ഞങ്ങൾ തീരുമാനിച്ചു, രാവിലെ വരെ ആരും പുറത്തേക്ക് ഇറങ്ങരുത്. ജിത്തു പറഞ്ഞു, എല്ലാവരും ഒരുമിച്ചിരിക്കാം, ആരും ഉറങ്ങാതിരിക്കാം. ഞങ്ങൾ സോഫയിൽ തന്നെ ഇരുന്നു. മനു ഇപ്പോഴും തൻ്റെ ചേട്ടനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഞാൻ അവനോട് ചോദിച്ചു, നിൻ്റെ ചേട്ടൻ എവിടെയാണിപ്പോൾ? ദുബായ്. ഇപ്പോഴോ? അത് കാള് കിട്ടുന്നില്ലേ? നെറ്റ്വർക്ക് വന്നാൽ നോക്കാം. അവൻ ഫോൺ പോക്കറ്റിൽ വെച്ചു.
അപ്പോഴാണ് റിയാസ് പതുക്കെ പറഞ്ഞത്, എടാ എന്താ, നമ്മൾ 5 പേർ മാത്രമല്ലേ? ജിത്തു അവനെ നോക്കി. ഇനി എണ്ണണ്ട. റിയാസ് തല കുലുക്കി. അല്ല, ഇപ്പോൾ 5 പേർ തന്നെയാണോ എന്ന് നോക്ക്. ഞങ്ങളെല്ലാവരും പരസ്പരം നോക്കി. അരുൺ, ജിത്തു, വിഷ്ണു, റിയാസ്, മനു, 5 പേർ. എന്താ? ഞാൻ ചോദിച്ചു. റിയാസ് ഒന്നും പറഞ്ഞില്ല. അവൻ സോഫയുടെ പിന്നിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ ഒരു 6ാമത്തെ കസേര ഉണ്ടായിരുന്നു. ആ കസേര കുറച്ചു നേരം മുമ്പ് ലിവിംഗ് റൂമിൻ്റെ മൂലയിലായിരുന്നു. ഇപ്പോൾ അത് ഞങ്ങളുടെ വട്ടത്തിനുള്ളിൽ വന്ന് നിൽക്കുകയാണ്. ജിത്തു പതുക്കെ എഴുന്നേറ്റു. ഇതാരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആരും മറുപടി പറഞ്ഞില്ല. അവൻ കസേര എടുത്ത് മാറ്റാൻ നോക്കി. പക്ഷേ കസേര അനങ്ങുന്നില്ല. എന്താ? അവൻ കൂടുതൽ ശക്തിയായി വലിച്ചു. അപ്പോഴാണ് കസേരയുടെ അടിയിൽ എന്തോ കിടക്കുന്നത് കണ്ടത്. ഒരു പഴയ നോട്ട്, മഞ്ഞ നിറം പിടിച്ചിരിക്കുന്നു. മുകളിൽ എഴുതിയിരുന്നത് സനലിന്. മനു അത് കണ്ടതും പെട്ടെന്ന് എഴുന്നേറ്റു. അതെനിക്ക് തരൂ. അവൻ ആ നോട്ടെടുത്തു. കൈ വിറക്കുന്നുണ്ടായിരുന്നു. ഇത് എൻ്റെ ചേട്ടൻ്റെ പേരാണ്. അത് തുറന്നു നോക്കി. അകത്ത് ഒരു ചെറിയ പേപ്പർ. മനു അത് വായിച്ചു. ആദ്യ വരി വായിച്ചപ്പോൾ തന്നെ അവൻ്റെ മുഖം വെളുത്തു. എന്താ എഴുതിയിരുന്നത്? അവൻ ആ പേപ്പർ എനിക്ക് തന്നു. അതിലെഴുതിയിരുന്നു, നിങ്ങൾ 5 പേർ വരുമെന്നറിയാം. പക്ഷേ 6ാമത്തെ ആളെക്കുറിച്ച് ആരോടും പറയരുത്. താഴെ ഒരു തീയതി, 2011 ജൂലൈ 17. ജിത്തു ആ പേപ്പർ പിടിച്ചെടുത്തു. ഇത് 15 വർഷം പഴയതാണല്ലോ, റിയാസ് ചോദിച്ചു. പക്ഷേ സനലിൻ്റെ പേരെന്തിനാണ്? അവൻ ഒന്നും പറയാതെ നിന്നു. അപ്പോൾ അവൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തു. സ്ക്രീനിൽ ഒരു പേര് തെളിഞ്ഞു. സനൽ ചേട്ടൻ. മനു ഫോൺ നോക്കി നിന്നു. കാൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. സനൽ ചേട്ടൻ കാളിങ്. ഞാൻ പതുക്കെ പറഞ്ഞു, എടുക്കരുത്. പക്ഷേ മനു കാൾ എടുത്തു. ഹലോ ചേട്ടാ. അവിടെ നിന്ന് കുറച്ച് സെക്കൻഡ് നിശബ്ദത. പിന്നെ ഒരു ശബ്ദം, വളരെ വ്യക്തമായി. മനു, നീ ഇപ്പോൾ എവിടെയാണ്? മനു കരയുന്ന പോലെ പറഞ്ഞു, ഞങ്ങൾ ഒരു വീട്ടിലാണ്. അവിടെ നിന്ന് ചോദ്യം, ഏത് വീട്? മനു വീടിൻ്റെ പേര് പറയാൻ തുടങ്ങി. പക്ഷേ അതിനു മുമ്പേ മറുവശത്തു നിന്ന് ശബ്ദം വന്നു. അവിടെ നിന്ന് ഉടനെ ഇറങ്ങി. മനു ഫ്രീസായി. എന്താ ചേട്ടാ? അവിടെ നിന്ന് ശബ്ദം വിറച്ചു. ഞാൻ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് 15 വർഷമായി. കാള് കട്ട് ചെയ്തു. ഞങ്ങൾ 5 പേരും അനങ്ങാതെ നിന്നു. അപ്പോഴേക്കും മുകളിലെ 3ാം നിലയിൽ നിന്ന് ഒരു കുട്ടിയുടെ ചിരി കേട്ടു. പിന്നെ സ്റ്റെയർ കേസിൽ നിന്നൊരു ശബ്ദം. ഒരാൾ പതുക്കെ താഴേക്ക് ഇറങ്ങുകയായിരുന്നു. ഓരോ ചുവടും ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. സ്റ്റെയർ കേസിൻ്റെ മുകളിൽ ആരെയും കാണുന്നില്ല. പക്ഷേ ഓരോ ചുവടുകളും ശബ്ദം വ്യക്തമായി കേൾക്കാം. മനു എൻ്റെ കയ്യിൽ പിടിച്ചു. അരുൺ, മിണ്ടരുത്. ഞങ്ങളെല്ലാവരും സ്റ്റെയർ കേസിലേക്ക് നോക്കി നിന്നു. അപ്പോഴാണ് മുകളിലെ ഇരുട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ പതുക്കെ താഴേക്ക് ഇറങ്ങുന്നത് കണ്ടത്. ആദ്യം കാലുകൾ, പിന്നെ ശരീരം, അവസാനം മുഖം. ഞാൻ ഞെട്ടി. അത് ശങ്കരേട്ടനായിരുന്നു. ശങ്കരേട്ടാ, ജിത്തു വിളിച്ചു. അദ്ദേഹം ഒരു വാക്കും പറഞ്ഞില്ല. പതുക്കെ താഴേക്കിറങ്ങി ഞങ്ങളുടെ മുന്നിൽ വന്ന് നിന്നു. മനു ഉടനെ ചോദിച്ചു, എൻ്റെ ചേട്ടനെ നിങ്ങൾക്കറിയാമോ? ശങ്കരേട്ടൻ കുറച്ചു നേരം അവനെ നോക്കി. പിന്നെ പറഞ്ഞു, എൻ്റെ ചേട്ടൻ 15 വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു. മനുവിൻ്റെ മുഖം മാറി. എന്തിന്? ശങ്കരേട്ടൻ മറുപടി പറയാതെ 3ാം നിലയിലേക്ക് നോക്കി. നിങ്ങൾ ആ മുറി തുറന്നോ? ഞങ്ങൾ തല കുലുക്കി. ഇല്ല. അദ്ദേഹം ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. അത് നന്നായി. ജിത്തു ചോദിച്ചു, പക്ഷേ എന്താണ് ഇവിടെ നടക്കുന്നത്? ശങ്കരേട്ടൻ പതുക്കെ പറഞ്ഞു, ഇവിടെ ഒരിക്കൽ 5 പേർ താമസിച്ചിരുന്നു. ഒരു 15 വർഷം മുമ്പ്. അവരിൽ ഒരാളായിരുന്നു സനൽ. മനു ഒന്നും പറയാതെ നിന്നു. അവർ രാത്രി 3ാം നിലയിലെ മുറി തുറന്നു.
അതിനുശേഷം ശങ്കരേട്ടൻ ഞങ്ങളെ നോക്കി. രാവിലെ 4 പേർ മാത്രമാണ് താഴേക്ക് വന്നത്. മനു ഞെട്ടി. സനൽ? ശങ്കരേട്ടൻ തലകുലുക്കി. സനൽ താഴേക്ക് വന്നില്ല. അവൻ മരിച്ചോ? അറിയില്ല. പിന്നെ ആ മുറിയിൽ അവൻ്റെ ഫോൺ മാത്രം കിട്ടി. മനു ഉടനെ പറഞ്ഞു, അത് കള്ളമാണ്. അവൻ ഫോൺ എടുത്തു. ഇപ്പോഴാണ് എൻ്റെ ചേട്ടൻ എന്നെ വിളിച്ചത്. ശങ്കരേട്ടൻ ഫോൺ നോക്കി. പിന്നെ വളരെ പതുക്കെ ചോദിച്ചു, കാൾ ഹിസ്റ്ററി ഒന്ന് കാണിച്ചു തരൂ. മനു തുറന്നു. സനൽ ചേട്ടൻ 12:41. ശങ്കരേട്ടൻ അത് കണ്ടതും പിന്നിലേക്ക് മാറി. ഇതെങ്ങനെ? എന്ത്? സനലിൻ്റെ നമ്പർ 15 വർഷമായി ആക്റ്റീവ് അല്ല. മുറിയിൽ വീണ്ടും നിശബ്ദത. അപ്പോഴാണ് എൻ്റെ ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ അൺനോൺ നമ്പർ. ഞാൻ കോൾ എടുത്തില്ല. വീണ്ടും ആ കോൾ വന്നു. അവസാനം ജിത്തു പറഞ്ഞു, കോൾ എടുത്ത് സ്പീക്കറിലിട്. ഞാൻ കോൾ എടുത്തു. ഹലോ. മറുവശത്ത് ശബ്ദമില്ല. പിന്നെ ഒരു ചെറിയ ചിരി. ശങ്കരേട്ടൻ്റെ മുഖം മാറി. ഫോൺ ഓഫ് ചെയ്യൂ. പക്ഷേ അതിനു മുമ്പേ മറുവശത്ത് നിന്നൊരു ശബ്ദം, ശങ്കര. ശങ്കരേട്ടൻ ആകെ ഫ്രീസായി. അവിടെ നിന്ന് വീണ്ടും, നീ വാതിൽ തുറന്നില്ലല്ലോ. ശങ്കരേട്ടൻ പെട്ടെന്ന് സ്റ്റെയർ കേസിലേക്ക് നോക്കി. ഓടൂ. എങ്ങോട്ട്? പിന്നിൽ വാതിൽ വഴി. ഞങ്ങളൊന്നും ചോദിച്ചില്ല. 5 പേരും പിന്നാലെ ഓടി. പക്ഷേ മനു അവിടെ തന്നെ നിന്നു. എൻ്റെ ചേട്ടൻ മുകളിലാണ്. ശങ്കരേട്ടൻ അവനെ പിടിച്ചു. അവൻ അവിടെ ഇല്ല. പക്ഷേ അവൻ 15 വർഷമായി അവിടെ ഇല്ല. അപ്പോൾ മുകളിൽ നിന്നൊരു ശബ്ദം, മനു. മനു തല ഉയർത്തി. ചേട്ടാ. ശങ്കരേട്ടൻ അവനെ വലിച്ചു. അത് നിൻ്റെ ചേട്ടനല്ല. പക്ഷേ മനു കൈവിട്ട് സ്റ്റെയർ കേസിലേക്ക് ഓടി. ഞങ്ങളും പിന്നാലെ. 3-ാം നിലയിലെ വാതിലിപ്പോൾ പൂർണ്ണമായും തുറന്നിരുന്നു. അകത്ത് മുഴുവൻ ഇരുട്ട്. മനു വാതിൽക്കലെത്തി. ചേട്ടാ. അകത്ത് നിന്നൊരു ശബ്ദം, ഇവിടെ വാ. മനു അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവനെ പിന്നിൽ നിന്ന് പിടിച്ചു. നിൽക്ക്. അവൻ തിരിഞ്ഞു. അതെൻ്റെ ചേട്ടനാണ്. അല്ല. ഞാൻ ഫോൺ ഫ്ലാഷ് ലൈറ്റ് അകത്തേക്ക് തിരിച്ചു. മുറി ശൂന്യം. അകത്ത് ഒരു കസേര മാത്രം. അതിനു മുകളിൽ പഴയൊരു മൊബൈൽ ഫോൺ. അത് റിങ് ചെയ്യുകയായിരുന്നു. സ്ക്രീനിൽ പേര് സനൽ. മനു പതുക്കെ മുന്നോട്ട് നടന്ന് ഫോൺ എടുത്തു. കാൾ കണക്ട് ചെയ്തു. ചേട്ടാ. മറുവശത്ത് നിന്നൊരു ശബ്ദം. പക്ഷേ ഇത്തവണ മനുവിൻ്റെ സ്വന്തം ശബ്ദം. ചേട്ടാ, ഞാനിവിടെ കുടുങ്ങി. മനു ഫോൺ കൈവിട്ടു. അത് നിലത്ത് വീണു. അപ്പോഴാണ് മുറിയുടെ വാതിൽ സ്വയം അടഞ്ഞത്. ഇരുട്ട്. ഞങ്ങൾ പുറത്തുനിന്ന് വാതിൽ തുറക്കാൻ ശ്രമിച്ചു. മനു. അകത്തുനിന്ന് മനുവിൻ്റെ നിലവിളി. അരുണെ, വാതിൽ തുറക്കടാ. എനിക്ക് പിന്നിലാരോ നിൽക്കുന്നു. അകത്തു നിന്ന് മനു കരയുകയായിരുന്നു. തിരിഞ്ഞു നോക്കരുത്, ഞാൻ വിളിച്ചു. പക്ഷേ അവൻ പതുക്കെ പറഞ്ഞു, അവൻ എൻ്റെ ചേട്ടനാണ്. പിന്നെ നിശബ്ദത. അവസാനം വാതിൽ തുറന്നു. മനു നിലത്തിരിക്കുകയായിരുന്നു. അവൻ്റെ കയ്യിൽ ആ പഴയ ഫോണ്. പക്ഷേ മുറിയിൽ മറ്റാരുമില്ല. മനു. അവൻ പതുക്കെ ഞങ്ങളെ നോക്കി. എൻ്റെ ചേട്ടൻ പറഞ്ഞു. എന്ത്? നമ്മളിലൊരാൾ ഇവിടെ നിന്ന് പോകില്ലെന്ന്. ശങ്കരേട്ടൻ ഉടനെ പറഞ്ഞു, എല്ലാവരും താഴേക്കിറങ്ങ്. ഞങ്ങൾ സ്റ്റെയർ കേസ് ഇറങ്ങി. പക്ഷേ പകുതി എത്തിയപ്പോൾ ലൈറ്റുകളെല്ലാം ഓഫായി. മുഴുവൻ വീടും ഇരുട്ടായി. പിന്നെ ഒരു ശബ്ദം. ഇത്തവണ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്നല്ല, ഞങ്ങളുടെ ഇടയിൽ നിന്ന്. ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. ഞങ്ങൾ 5 പേർ. പക്ഷെ നിലത്ത് 6 നിഴലുകൾ. ഞാൻ ഭയന്ന് ഫ്ലാഷ് ലൈറ്റ് താഴേക്ക് തിരിച്ചു. 6-ാമത്തെ നിഴൽ പതുക്കെ എൻ്റെ നിഴലിൽ നിന്ന് വേർപെട്ടു മുകളിലേക്ക് നീങ്ങി. പിന്നെ അത് അപ്രതീക്ഷമായി. അപ്പോഴാണ് ശങ്കരേട്ടൻ നിലവിളിച്ചത്, ഓടൂ. ഞങ്ങൾ താഴേക്കോടി. പ്രധാന വാതിൽ തുറന്നു. പുറത്ത് നല്ല മഴ. എല്ലാവരും കോമ്പൗണ്ടിലേക്ക് ഓടി. പുറത്തെത്തിയതും വീടിൻ്റെ എല്ലാ ജനലുകളും ലൈറ്റ് തെളിഞ്ഞു. 3-ാം നിലയിലെ ഒരു ജനലിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു. മുഖം കാണുന്നില്ല. അവൻ കൈ ഉയർത്തി ഞങ്ങളെ യാത്രയാക്കുന്നത് പോലെ. രാവിലെ 6 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയി.
മനു നേരെ വീട്ടിലെത്തി ചേട്ടനെ വിളിച്ചു. ഇത്തവണ കാള് കിട്ടി. ചേട്ടാ, അവിടെ നിന്ന് സനലിൻ്റെ ശബ്ദം. എന്താ? മനു കുറച്ചു നേരം ഒന്നും പറയാതെ നിന്നു. പിന്നെ ചോദിച്ചു, നീ 15 വർഷം മുമ്പ് ആ വീട്ടിൽ പോയിരുന്നോ? അവിടെ കുറച്ച് നിമിഷം നിശബ്ദത മാത്രം. അതെ, എന്താണ് അവിടെ സംഭവിച്ചത്? സനൽ പതുക്കെ പറഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. മറ്റുള്ളവർ, അവരിൽ ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല. മനു ചോദിച്ചു, പക്ഷെ നീ പറഞ്ഞത് നീ മാത്രമല്ലേ രക്ഷപ്പെട്ടത്? സനൽ പറഞ്ഞു, അതെ. പിന്നെ ഇന്നലെ രാത്രി എന്നെ വിളിച്ചത് ആരായിരുന്നു? അവിടെ വീണ്ടും നിശബ്ദത. സനലിൻ്റെ ശബ്ദം വിറച്ചു. ഞാൻ ഇന്നലെ രാത്രി നിന്നെ വിളിച്ചിട്ടില്ല. മനുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. ഞാൻ ആ സംഭവത്തിന് ശേഷം ആ വീടിൻ്റെ പേര് പോലും അന്വേഷിച്ചില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് ജിത്തു എന്നെ വിളിച്ചു. അളിയ, ഒരു കാര്യം കാണിക്കണം. അവൻ വാട്സപ്പിലൊരു ഫോട്ടോ അയച്ചു. ഞങ്ങൾ ആ വീട്ടിലെത്തിയ ആദ്യ ദിവസം എടുത്ത ഫോട്ടോ. 5 പേരും കോമ്പൗണ്ടിൽ നിൽക്കുന്നൊരു ഫോട്ടോ. ഞാൻ സൂം ചെയ്തു. ഞങ്ങളുടെ പിന്നിലെ 3-ാം നിലയിലെ ജനലിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല എന്നെ പേടിപ്പിച്ചത്. ഫോട്ടോ എടുത്ത സമയത്ത് 3-ാം നിലയിലെ ആ ജനൽ പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയായിരുന്നു. അതിനുശേഷം ജിത്തു മറ്റൊരു മെസ്സേജ് അയച്ചു. ഫോട്ടോയുടെ മെറ്റഡാറ്റ നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടു. ഫോട്ടോ എടുത്ത സമയം 12:03. ഞങ്ങൾ ആ വീട്ടിലെത്തിയ സമയം വൈകിട്ട് 6:20. അതെങ്ങനെ സാധിക്കും എന്നിന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പാണ്. ആ വീട്ടിൽ ഞങ്ങൾ 5 പേരാണ് പോയത്. പക്ഷെ തിരിച്ചു വന്നത് എത്ര പേരായിരുന്നെന്ന് ഇന്നും ഞാൻ എണ്ണാറില്ല. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.